ഈ ഒരു കാഴ്ചയിലേക്കാണ് കേട്ടാ നമ്മള് ഓർഗനൈസത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ. ഇതാണ് നമ്മളെ ക്യാമ്പ് സൈറ്റ്. നമുക്ക് ഇന്നലെ പറഞ്ഞ പോലെ നമുക്ക് എന്താ ഇവിടെ ക്യാമ്പ് ഫയർ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ക്യാമ്പ് ഫയറൊന്നും നമ്മൾ ആക്കിയിട്ടില്ല. അമ്മു എണീച്ചോന്ന് അറിയാം, നമുക്ക് ചോദിച്ചു നോക്കാം. ഞാൻ കുറച്ച് നേരത്തെ എണീച്ചതാ. അമ്മു എണീക്ക്. സ്ഥിരതാമസം ഇതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് വി എവർ ഹാഡ്. അപ്പം ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത് ഈ കാറിൻ്റെ അകത്താട്ടാ. എന്ത് നല്ല ഫീലായിരുന്നു. നല്ല അടിപൊളി ക്ലൈമറ്റും. അയ്യോ പറയാൻ മതി. ഹലോ ഗൈസ്, വെൽക്കം ടു KL കാനഡ ഫ്രം റോക്കി മൗണ്ടൻസ്. അപ്പം റോക്കി മൗണ്ടൻ കണ്ടുകൊണ്ടാണ് ഇന്ന് രാവിലെ എണീക്കുന്നത്. കണ്ടോ, ഇതാണ് രാവിലത്തെ വ്യൂ. നമ്മുടെ കാറിൻ്റെ അകമൊക്കെ നല്ല തണുത്ത് ഐസായിരുന്നു രാത്രി. അതുകൊണ്ട് നല്ലോണം ഉറങ്ങാൻ പറ്റിയേ. ഇപ്പം രാവിലെ 9 മണിയായി കാണും അല്ലേ വല്ലേട്ടാ? 10 മണിയായോ? 10 മണി 9:30 ആയി. നമുക്ക് എന്നിട്ട് ഇവിടെ നിന്ന് എണീറ്റിട്ട് പോവാനായി. 11 മണിക്ക് പോണം. ഗുഡ് മോർണിംഗ് ഫ്രം റോക്കി മൗണ്ടൻസ്. ഇന്ന് നമുക്ക് എണീക്കണം, പല്ല് കേൾക്കണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോഴത്തേക്ക് 11 മണിയാവും. 11 മണിയാകുമ്പോൾ നമുക്ക് ക്യാമ്പ് ഗ്രൗണ്ട് ചെക്കൗട്ട് ചെയ്യണേ. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു. അപ്പം അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ ടെൻറ്റ് കെട്ടിയവർ ഫുള്ള് നനഞ്ഞു. അവരൊക്കെ ടാർപ്പ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടമായിരുന്നു. ഭാഗ്യത്തിന് നമ്മൾ കാറിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് നല്ല കോസി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റി. കോസിക്കുട്ടൻ, താങ്കൾ നാട്ടിലേക്ക് പോവുകയാണോ? ട്രോളിയൊക്കെ എടുത്ത് നമ്മുടെ ബാഗ്, വാട്ട്സ് ഇൻ മൈ ബാഗ് സെഗ്മെന്റ് ആണ് അടുത്തതായി നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിഹൈൻഡ് ദ സീനിൽ എനിക്ക് റോക്കി മൗണ്ടൻസും കാണാം. ഫ്രണ്ടിൽ ആ മൽച്ചന്ദ്രനെ കാണാം. ഫസ്റ്റ് പല്ല് വെക്കുക എന്നുള്ളതാണ് ടാസ്ക്. നമ്മൾ റോക്കി മൗണ്ടൻസ് കണ്ടാണ് ഗെറ്റ് റെഡി. നമ്മളൊരു കാടിൻ്റെ നടുക്കായിരുന്നു ഇന്നലെ രാത്രി കിടന്നുറങ്ങിയത്. ഈ കാറിൻ്റെ അകത്ത് പുറകിൽ ആ മൗണ്ടനൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇന്നലത്തെ ഉറക്കം. അപ്പം ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഏരിയ. ഇത്ര ഒരു ഭാഗേ. അപ്പം ഇത് കോമൺ ആയിട്ട് ഇവിടെ ഉള്ള ടോയ്ലറ്റും ബാത്റൂം ഫെസിലിറ്റി ഈ ഒരു ഇവിടെ ഇല്ല. ഹലോ, ടോയ്ലറ്റ് കാണിച്ചു കൊടുക്കാന്ന്. ടോയ്ലറ്റ് ഉള്ളിൽ കാണിക്കണ്ട, അകംഭാഗം കാണിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസ് പോലെ ഉണ്ട്. ഇവിടെ വുഡൻ്റെ ടോയ്ലറ്റാണ്. പിന്നെ ഇവിടെ കരടിയുടെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെ ഗാർബേജ് കരടി വന്ന് തുറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പിലാണ് ഇവിടെ ഗാർബേജിൻ്റെ ബിന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ക്യാമ്പ് സൈറ്റിലുള്ള ബേസിക് ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ക്യാമ്പ് ചെയ്ത ക്യാമ്പ് സൈറ്റ് കുറച്ചും കൂടെ വലുതായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കുളിക്കാനും കുറച്ചും കൂടെ സൗകര്യങ്ങൾ കൂടുതലുണ്ടായിരുന്നു. ഇത് ക്യാമ്പ് സൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണേ. ഈ ഒരു മൗണ്ടൻ ശരിക്ക് നമുക്ക് ഒഴിവാക്കി പോകാൻ തോന്നില്ല. പക്ഷേ 11 മണിക്ക് നമുക്ക് ചെക്കൗട്ട് ചെയ്യണം. അപ്പം ഇതാണ് ക്യാമ്പ് സൈറ്റിന്റെ അകത്തുനിന്ന് ഇറങ്ങുമ്പം വരെയുള്ള കാഴ്ച അല്ലേ. അതൊക്കെയാണ് കഴിഞ്ഞ വർഷം കത്തിയത്. അത് പിന്നെയും എന്താന്ന് ശരിക്കും മരങ്ങൾ വരുന്നതേ ഉള്ളൂ. നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ടിലേക്കുള്ള എൻട്രൻസ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവാ. കാർ ഇവിടെ പാർക്ക് ചെയ്തു, എന്നിട്ട് നടക്കാൻ പോവാണേ. ഞങ്ങൾ ഒരു കിടിലൻ കാഴ്ച കണ്ടിട്ട് റോഡിന്റെ സൈഡിൽ നിർത്തിയതാട്ടാ. വലിയ മാൻ റോഡ് ക്രോസ് ചെയ്യുക. ഇത് കണ്ടോ, ഇതാണ് മെഡിസിൻ ലേക്ക് പോലെ. ആൾക്കാർ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് സൈഡിൽ കാഴ്ച കാണാൻ വന്ന് നിന്നിട്ടുണ്ട്. ചെറിയൊരു മഴയുണ്ട് കണ്ടോ, താറാവൊക്കെ പോന്നെ. നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. ഒരു 2-2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തു. പുറത്ത് ഭയങ്കര മഴ, 10 ഡിഗ്രി, ഭയങ്കര തണുപ്പ്. പക്ഷേ ഈ മഴയത്ത് ഞങ്ങൾ എന്താ കഴിക്കാൻ പോകുന്നതെന്നറിയോ? അമലേട്ടൻ ഇവിടെ ഒരു ഡീറ്റൂർ എടുത്തു. ഇത് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഷോപ്പാണ്. അപ്പം മെയിൻ റോഡിൽ നമുക്ക് കാണാൻ പറ്റില്ല. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് വന്നാൽ ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പെരുമഴയത്ത് ഐസ്ക്രീം കഴിക്കാൻ പോവാണ്.
ഞാൻ മഴ കാരണം പുറത്തിറങ്ങിയില്ല. ഇതാ ഒരാൾ ഓടി വരുന്നുണ്ട്. താങ്കു വലിയതാണല്ലോ. അപ്പൊ ഞങ്ങൾ തണുത്ത് ഇരിക്കുന്ന അവസ്ഥയിലും ഐസ്ക്രീം കഴിക്കുന്നു. കൊടുക്കാൻ പാടില്ല.